നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 29-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിൽ ധൻ യോജന പദ്ധതി വഴി ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേന വലിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട്. ഈ വ്യാജ വാഗ്ദാനം വിശ്വസിച്ച വടക്കേക്കര സ്വദേശിയായ ഒരു യുവാവിന് 2499 രൂപ നഷ്ടമായി. പദ്ധതിയിലൂടെ 5000 രൂപ തിരികെ ലഭിക്കുമെന്ന ഇൻസ്റ്റഗ്രാം പരസ്യം കണ്ട യുവാവ് അതിൽ നൽകിയിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് പണം കൈമാറുകയുമായിരുന്നു. പിന്നീട് താൻ തട്ടിപ്പിന് ഇരയായെന്ന് മനസ്സിലായതോടെ ഇയാൾ പറവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പരാതി പിന്നീട് ആലുവ സൈബർ പോലീസിന് കൈമാറുകയും പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങളിലും പരസ്യങ്ങളിലും പൊതുജനങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം അജ്ഞാതവും സംശയാസ്പദവുമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ദുരുപയോഗം തടയാനും ടിക്കറ്റ് വിതരണത്തിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാനുമായി പദ്ധതി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക യാത്രാ കാർഡ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത ശേഷം ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി പരാതികൾ ഗതാഗത വകുപ്പിന് ലഭിച്ച സാഹചര്യത്തിൽ പദ്ധതി കൃത്യമായി നിരീക്ഷിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ കാർഡ് സംവിധാനം പ്രായോഗികമായി നടപ്പാക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം പ്രതിദിനം ശരാശരി 12.12 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതി ഉപയോഗിക്കുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ ഏകദേശം 1.25 കോടിയോളം വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളതിനാൽ എല്ലാവർക്കും കാർഡ് വിതരണം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു ദൗത്യമായി മാറും. ഇതിനു പുറമെ ഒരു കാർഡ് നിർമ്മിക്കാൻ ഏകദേശം 40 രൂപ ചെലവ് വരുമെന്നിരിക്കെ ആധാർ വിവരങ്ങളുമായി ബന്ധിപ്പിച്ച് ഓരോ കാർഡും വിതരണം ചെയ്യാൻ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വേണ്ടിവരുമെന്നും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ജീവനക്കാരോ നിലവിൽ ഡിപ്പോകളിൽ ലഭ്യമല്ലെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി കാർഡ് സംവിധാനം നിലവിൽ വന്നാൽ തന്നെ ഒരാളുടെ കാർഡ് മറ്റൊരാൾ കൈമാറി ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരുപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനാകില്ലെന്നും അതിനാൽ ഇതിനേക്കാൾ കാര്യക്ഷമമായ മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തേണ്ടതുണ്ടോ എന്നും ഗതാഗത വകുപ്പ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: BS6 വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമാകുന്ന നിർണായക നീക്കവുമായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അഥവാ PUCC നിയമങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കരട് വിജ്ഞാപന പ്രകാരം 6 വർഷം വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങളുടെ PUC സർട്ടിഫിക്കറ്റിന്റെ കാലാവധി നിലവിലെ 1 വർഷത്തിൽ നിന്ന് 3 വർഷമായി ഉയർത്താൻ നിർദ്ദേശിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം മലിനീകരണം ഉണ്ടാക്കുന്നതുമായ ഇത്തരം വാഹനങ്ങളുടെ ഉടമകൾക്ക് ഇടയ്ക്കിടെ പരിശോധനാ കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കാനും സമയവും പണവും ലാഭിക്കാനും ഇതിലൂടെ സാധിക്കും. വാഹനങ്ങളുടെ പഴക്കവും എഞ്ചിൻ നിലവാരവും അടിസ്ഥാനമാക്കിയാണ് മലിനീകരണ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പുതിയ കാലയളവ് തരംതിരിച്ചിരിക്കുന്നത്. 6 വർഷം വരെ പഴക്കമുള്ള BS6 വാഹനങ്ങൾക്ക് 3 വർഷത്തിലൊരിക്കൽ PUC പുതുക്കിയാൽ മതിയെങ്കിൽ 6 മുതൽ 10 വർഷം വരെ പഴക്കമുള്ള BS6 വാഹനങ്ങൾക്ക് നിശ്ചിത ഇടവേളകളിലും 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവയ്ക്ക് ഓരോ 6 മാസത്തിലും പരിശോധന നിർബന്ധമാക്കും. അതേസമയം പഴയ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. 2017-നും 2020-നും ഇടയിൽ നിർമ്മിച്ച BS4 വാഹനങ്ങൾ ഓരോ 6 മാസത്തിലും BS1, BS2, BS3 വിഭാഗങ്ങളിൽ പെടുന്നതും അതിലും പഴയ വാഹനങ്ങൾ ഓരോ 3 മാസത്തിലും മലിനീകരണ പരിശോധന നടത്തേണ്ടി വരും. 2020 ഏപ്രിൽ ഇന്ത്യ BS5 ഒഴിവാക്കി നേരിട്ട് കൂടുതൽ സുരക്ഷിതമായ BS6 നിലവാരത്തിലേക്ക് മാറിയിരുന്നു. BS6 എഞ്ചിനുകളിലെ നൂതന സാങ്കേതിക വിദ്യ പരിസ്ഥിതി മലിനീകരണം ഗണ്യമായി കുറയ്ക്കുന്നതിനാലാണ് പുതിയ ഇളവുകൾ പരിഗണിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നിലവിൽ കരട് ഘട്ടത്തിലാണെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷമുള്ള അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങിയ ശേഷമേ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കേവലം 5 ദിവസങ്ങൾ മാത്രമാണ് ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളത്. ഈ മാസം മുതൽ നീല റേഷൻ കാർഡുകാർക്ക് അരിക്കും ആട്ടയ്ക്കും പുറമെ 3 കിലോ ഗോതമ്പ് കൂടി പുതിയതായി നൽകി തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതുവരെ വിഹിതം കൈപ്പറ്റാത്ത ഗുണഭോക്താക്കൾ അവസാന ദിവസത്തിന് മുമ്പ് തന്നെ അത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് BPL വിഭാഗത്തിലേക്ക് മാറുന്നതിനായി നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു.
ജൂലൈ 20 വരെയായിരുന്നു ഇതിനായി സമയം അനുവദിച്ചിരുന്നത്. അപേക്ഷ സമർപ്പിച്ചവർക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രഖ്യാപിച്ച ആദ്യ ലക്ഷ്യത്തിൽ വലിയ നേട്ടം കൈവരിച്ചു. 1.5 ലക്ഷം പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും അത് മറികടന്ന് 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു. മുൻഗണനാ കാർഡിനായി ആകെ 76,388 അപേക്ഷകളാണ് നീല വെള്ള കാർഡുകാരിൽ നിന്നും ലഭിച്ചത്. ഇതിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കാത്ത 1,353 അപേക്ഷകൾ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുകയും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 2,011 അപേക്ഷകൾ നിരസിക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 73,024 പേർക്കാണ് പിങ്ക് കാർഡുകൾ നൽകുന്നത്. പുതിയ മുൻഗണനാ കാർഡുടമകൾക്ക് ഓഗസ്റ്റ് മുതൽ സൗജന്യ റേഷൻ ലഭിച്ചു തുടങ്ങും. ഇതിനു പുറമെ 4,068 കിലോ ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട്. അടുത്ത മാസം 1-ാം തീയതി മുതൽ എല്ലാ റേഷൻ കടകളിലും മണ്ണെണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. കൂടാതെ നീല വെള്ള കാർഡുകാർക്ക് മറ്റൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്താൻ സർക്കാർ ആലോചിക്കുന്നു. നിലവിൽ 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടോ 4 ചക്ര വാഹനമോ ഉള്ളവർക്ക് മുൻഗണനാ കാർഡ് നിഷേധിക്കപ്പെടുമ്പോൾ പുതിയ നിർദ്ദേശപ്രകാരം 1,200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട്, 800 cc വരെയുള്ള 4 ചക്ര സ്വകാര്യ വാഹനം, കൃഷിയോഗ്യമല്ലാത്ത 1 ഏക്കറിലധികം വരുന്ന ഭൂമി എന്നിവയുള്ളവർക്കും മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ഇത് നടപ്പിലായാൽ കൂടുതൽ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ ആനുകൂല്യം ലഭിക്കും. ഓണം പ്രമാണിച്ച് ഇത്തവണയും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. 14 അവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും അടങ്ങുന്നതാണ് ഈ ഭക്ഷ്യക്കിറ്റ്. ഓണക്കാലത്തോടനുബന്ധിച്ച് പൊതുവിതരണത്തിനായുള്ള സ്പെഷ്യൽ അരി ഓഗസ്റ്റ് 10-നകം റേഷൻ കടകളിൽ എത്തിക്കുമെന്ന് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാർഡ് ഉടമകൾക്ക് എത്ര കിലോ വീതമാണ് ലഭിക്കുക എന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും 10 മുതൽ 15 കിലോ വരെ അരി നീല വെള്ളക്കാർഡുകാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സപ്ലൈകോ വഴിയും കുറഞ്ഞ വിലയിൽ ഓണക്കിറ്റുകൾ ലഭ്യമാകും. ചുരുക്കത്തിൽ വരുന്ന ഓണമാസത്തിൽ റേഷൻ കാർഡ് ഉടമകളെ പ്രത്യേകിച്ച് നീല വെള്ള കാർഡുകാരെ കാത്തിരിക്കുന്നത് വലിയ ആനുകൂല്യങ്ങളാണ്. എങ്കിലും ജൂലൈ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റാത്തവർ എത്രയും വേഗം വാങ്ങാൻ ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നിലവിൽ വളരെ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ജൂലൈ മാസത്തെ 2,000 രൂപയുടെ പെൻഷൻ തുക നേരിട്ട് കൈപ്പറ്റുന്നവരുടെ വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ എത്തി ഓഗസ്റ്റ് 3-ാം തീയതിക്കുള്ളിൽ പൂർണ്ണമായും എത്തിച്ചു നൽകുന്നതാണ്. ഇതിനു പുറമെ കേന്ദ്ര വിഹിതം യഥാസമയം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ NSAP പെൻഷൻകാരുടെ ആശ്വാസത്തിനായി 23 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുമുണ്ട്. പെൻഷൻകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ ഓണം ആനുകൂല്യങ്ങളെക്കുറിച്ച് ആശ്വാസ വാർത്തകളും പുറത്തുവരുന്നുണ്ട്. വരാനിരിക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം 1 മാസത്തെ പെൻഷൻ തുക കൂടി അഡ്വാൻസായി നൽകാൻ വലിയ സാധ്യതയുള്ളതിനാൽ ആകെ 4,000 രൂപ ഒന്നിച്ച് പെൻഷൻകാരുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശികയും അഡ്വാൻസും ചേർത്ത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അർഹരായ പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ആകെ 6,000 രൂപയോളം തുകയാണ് ലഭിക്കാൻ പോകുന്നത്. റേഷൻ കാർഡ് മാറ്റങ്ങളോടൊപ്പം പെൻഷൻ തുകയും ഓണ ആനുകൂല്യങ്ങളും എത്തുന്നത് സാധാരണക്കാർക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാകുമ്പോൾ തന്നെ സംസ്ഥാനത്തെ ക്യാൻസർ, വൃക്ക, ക്ഷയരോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം 1,000 രൂപയിൽ നിന്നും 2,000 രൂപയായി ഉയർത്തിയതും രോഗികൾക്ക് കനിവാകുന്നു. ഈ പ്രത്യേക ധനസഹായം തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഓരോ വർഷവും അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട്. അതോടൊപ്പം സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നീട് ഇത്തരം ഗുരുതര രോഗങ്ങൾ ബാധിച്ചാൽ ഈ പ്രത്യേക ധനസഹായത്തിന് കൂടി അർഹതയുണ്ടായിരിക്കുമെങ്കിലും ഉയർന്ന തുക ലഭിക്കുന്ന മറ്റ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളോ സർക്കാർ പെൻഷനുകളോ കൈപ്പറ്റുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 28 ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 155 രൂപ കുറഞ്ഞ് 13,215 രൂപയും പവന് 1,240 രൂപ കുറഞ്ഞ് 1,05,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.